പെട്ടെന്ന് ജോലി കിട്ടുന്ന എഞ്ചിനീയറിംഗ് പ്രോഗ്രാം ഏതാണ്? പഠിച്ചു കഴിഞ്ഞ ഉടനെ ജോലി കിട്ടും, കുറേ നാൾ തുടർ പഠനം ആവശ്യമില്ല, അത്തരം കോഴ്സുകൾ ഏതാണ് എന്ന് ചോദിച്ചാൽ കുറേ കോഴ്സുകളുടെ കൂട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന കോഴ്സുകളാണ് മറൈൻ റിലേറ്റഡ് പ്രോഗ്രാമുകൾ. മറൈൻ റിലേറ്റഡ് പ്രോഗ്രാമുകൾ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഷിപ്പ് ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിങ്ങോ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് ഒക്കെ പോലുള്ള കോഴ്സുകൾ നമുക്ക് പറയാം. മറ്റൊന്ന് മെറൈൻ എഞ്ചിനീയറിംഗ് ആണ്, ഷിപ്പിൻ്റെ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത്. മൂന്നാമത്തത് നോട്ടിക്കൽ സയൻസ് ആണ്, അത് നാവിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. മെർച്ചൻ്റ് നേവി പ്രോഗ്രാമുകൾ എന്നുള്ള പേരിൽ ഡെക്ക് ഓഫീസേഴ്സും DNSും ഷോർട്ട് ടൈം കോഴ്സുകളും വേറെ ഉണ്ടെങ്കിലും അണ്ടർ ഗ്രാജുവേറ്റ് തലത്തിൽ പ്രമുഖമായ പ്രധാനമായ കോഴ്സുകൾ ഇതാണ്. ഈ കോഴ്സുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ ഏറ്റവും നല്ല സ്ഥാപനങ്ങളിൽ പോയി പഠിക്കാതെ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കുറയും, നല്ലതിൽ പഠിച്ചില്ലെങ്കിൽ. ഒപ്പം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭയങ്കര ഡൈവേഴ്സിറ്റി ഉള്ളതോ ഓപ്പണിങ്സ് ഉള്ളതോ വ്യത്യസ്തമായ മേഖലകളിലേക്ക് ഹയർ സ്റ്റഡീസ് ഉന്നത പഠന സാധ്യതകളുള്ളതോ അല്ല ആയ ഒരു പ്രോഗ്രാം അല്ല ഇത്. വേഗം പഠിക്കുക, വേഗം ജോലി കിട്ടും, കംപ്ലീറ്റ് ചെയ്തതിന് നല്ല സ്ഥാപനമാണെങ്കിൽ നല്ല സാലറിയും കിട്ടും എന്നുള്ളതാണ് ഈ ഒരു കോഴ്സുകളുടെ പ്രത്യേകത. എങ്കിൽ ഈ കോഴ്സുകൾ പഠിക്കാനുള്ള ഏറ്റവും നല്ല സ്ഥാപനങ്ങൾ ഏതാണ്? ഒരു സംശയവുമില്ല, നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്ന് IITയും മറ്റൊന്ന് ക്യുസാറ്റുമാണ്. അതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള വിശാഖപട്ടണം സെൻറ്റർ. ദെൻ മെറൈൻ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ IIT, മുമ്പ് JEE വഴിയൊക്കെ IIT പ്രോസസ്സ്, അഡ്മിഷൻ പ്രോസസ്സിലൂടെ സെലക്ട് ചെയ്തിരുന്നൊരു മെറൈൻ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കട്ടയും മുംബൈയും. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും നല്ല പ്ലേസ്മെൻ്റ് ഉണ്ട്. മാത്രമല്ല IITക്ക് സമാനമായി സ്റ്റാൻഡേർഡിൽ കിടപിടിക്കാൻ പറ്റുന്ന സ്ഥാപനം എന്ന് വേണമെങ്കിൽ നമുക്ക് മെറിയെക്കുറിച്ച് പറയാം. മെറിയും ഈ IMU, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് വരുന്നത്. മറ്റൊന്ന് നോട്ടിക്കൽ സയൻസിൽ ഒരു സംശയമില്ല, TS ചാണക്യ. ഇതല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂട്ടുകളും വേറെ ഉണ്ട് കേട്ടോ. ട്രെയിനിങ് ഷിപ്പ് ചാണക്യ പണ്ടൊരു ഷിപ്പായിട്ട് വന്ന് അതിനെ ഓഫ് ഷോറിൽ കൊണ്ടുവന്ന് ഓൺഷോർ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് അതിലൂടെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ട്രെയിനിങ് ഷിപ്പ് ചാണക്യ കൊടുക്കുന്നത്. പണ്ട് IIT ജോയിൻറ്റ് എൻട്രൻസ് എക്സാം വഴിയായിരുന്നു അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് എങ്കിൽ അതിപ്പോൾ IMU വഴിയാക്കിയിട്ടുണ്ട്, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ കീഴിലാക്കി. ഞാൻ പറഞ്ഞു വരുന്ന ഈ കോഴ്സുകളുടെയൊക്കെ അലോട്ട്മെൻറ്റ് അഡ്മിഷൻ പ്രോസസ്സ് എന്നാണ്. ഒരു സംശയമില്ല, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്ന CET എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്. ആ എക്സാം ഈ പ്രാവശ്യം വരുന്നത് മെയ് 24-നാണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 24-ആണ്. ഇപ്പം നമുക്ക് അപ്ലൈ ചെയ്യാം, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ദെൻ ഈ ടെസ്റ്റ് അവർ നടത്തുന്ന ടെസ്റ്റ്, ഇതിന് വേറെ എൻട്രൻസ് പ്രൊസീജിയർ ഒന്നുമില്ല, അവർ തന്നെ നടത്തുന്ന ടെസ്റ്റാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ IITയിലെ നേവൽ ആർക്കിടെക്ചറും ദെൻ അതുപോലെ തന്നെ ക്യുസാറ്റിലെ നേവൽ ആർക്കിടെക്ചറും മെറൈൻ എഞ്ചിനീയറിംഗ് ഒക്കെ പോലുള്ള കോഴ്സുകൾക്കൊക്കെ വേറെ തന്നെ പ്രോസസ്സാണ്. അത് IMU ആയിട്ടൊരു ബന്ധവുമില്ല. IMUവിൻ്റെ കീഴിൽ വരുന്ന ഈ പറഞ്ഞ കോഴ്സുകളും സ്ഥാപനങ്ങളിലേക്കൊക്കെ പ്ലേസ്മെൻറ്റ് നടക്കുന്ന, മീൻസ് അഡ്മിഷൻ നടക്കുന്നത് IMU CET വഴിയാണ്. ഇതിൽ ഒരു എക്സാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജനറൽ നോളജും അതുപോലെ തന്നെ ഇംഗ്ലീഷും ഫിസിക്സും കെമിസ്ട്രി മാത്സും വരുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ്. അതിൻ്റെ വിശദാംശങ്ങൾ IMUവിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. എന്തായാലും ഒരു JEE പ്രിപ്പയർ ചെയ്യുന്ന സീരിയസ്നെസ്സോടുകൂടി കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് എൻട്രൻസ് എഴുതി കഴിഞ്ഞാൽ മാരിടൈം ഫീൽഡിലെ ബെസ്റ്റ് കോഴ്സുകളിലേക്ക്, ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് എത്താൻ പറ്റും. ഈ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒരു 90 to 100% പ്ലേസ്മെൻറ്റ് ഓഫർ ചെയ്യുന്നുണ്ട്, നല്ല സാലറി ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്നൊരു ജോലി കിട്ടുക, പഠിച്ചു കഴിഞ്ഞ് നല്ല സാലറിയിലേക്ക് വരിക, അതിന് പറ്റിയ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകൾ ഏതാണ് എഞ്ചിനീയറിംഗിൽ എന്ന് ചോദിച്ചാൽ കൂട്ടത്തിൽ ഒരുപാട് കോഴ്സുകളുടെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റുന്ന നല്ലൊരു കോഴ്സാണ് മാരിടൈം കോഴ്സുകൾ. അതിന് പറ്റിയ ഏറ്റവും നല്ല സ്ഥാപനമാണ് IMU, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് എൻട്രൻസ് എഴുതാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നേവൽ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ അതൊരു ഓൺഷോർ പ്രോഗ്രാം ആണെങ്കിൽ, ജോബ് അങ്ങനെയാണെങ്കിൽ നോട്ടിക്കൽ സയൻസും മെറൈനും ഒരു ഓഫ് ഷോറാണ്. യാത്ര എക്സ്പെഡീഷനിൽ കപ്പലിൻ്റെ കൂടെ തന്നെ യാത്ര ചെയ്യണം. മെർച്ചൻ്റ് നേവി പ്രോഗ്രാമുകൾ വേറെ ഉണ്ട്, അതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞ സ്ഥാപനങ്ങളെല്ലാം നല്ല പ്ലേസ്മെൻ്റ് ഉള്ളതാണ്,
പിന്നെ ഫീസ് അല്പം കൂടുതലാണ്. ഇപ്പോൾ കുസാറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 40,000 മറീൻ എഞ്ചിനീയറിംഗിൽ അവിടുത്തെ ഫീസെങ്കിൽ നമുക്കിവിടെ 2.75 lakhs ആണ് ഒട്ടുമിക്ക എല്ലാ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനും എന്ന് ചോദിച്ചാൽ. ജോലി കിട്ടും എന്നതുകൊണ്ട്, നല്ല സാലറി കിട്ടും എന്നതുകൊണ്ട്, അത് നമുക്ക് മേക്കപ്പ് ചെയ്തെടുക്കാം കോഴ്സ് കഴിഞ്ഞാൽ എന്നതുകൊണ്ടും എടുക്കുന്നതിൽ തെറ്റില്ല. ഏതായാലും ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയെക്കുറിച്ചും കോഴ്സുകളെക്കുറിച്ചും വിശദമായി പഠിച്ച് എൻട്രൻസ് പ്രിപ്പയർ ചെയ്ത് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മുന്നൊരുക്കങ്ങളോട് സമീപിക്കുക. വിജയാശംസകൾ. Career Guru, molding your future.